നമസ്കാരം. ഞാൻ ബിജു ഷോളു. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജു ഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, കറണ്ട് ഒരു ട്രെൻഡ് എന്താണ്, കറണ്ട് ഒരു സെന്റിമെന്റ് എന്താണ്, നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് നമുക്കൊരു ട്രേഡുകൾ മാനേജ് ചെയ്യാം. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ട്രേഡ് ചെയ്യാനായിട്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്താലാണ്, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് പ്ലാൻ ചെയ്താലാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ട്രേഡുകൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം ഡയറക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ലോങ് ടൈം ഡയറക്ഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. നമ്മൾ ഈ ഒരു ലെവലിന്റെ മുകളിൽ പോയപ്പോൾ തന്നെ നമ്മൾ ബൈ സെന്റിമെന്റിലാണ്, അതായത് സ്ലൈറ്റ്ലി ബൈ സെന്റിമെന്റിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ലിമിറ്റഡ് ടാർഗറ്റ് ലെവലിലേക്കുള്ള ഒരു ബൈ സെന്റിമെന്റിൽ എന്നാണ് നമ്മൾ പ്രത്യേകം ഈ ഒരു മൂവ്മെന്റിനെ നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഇതിൽ മുൻപൊന്നും ബൗൺസ് ചെയ്തപ്പോഴൊന്നും, നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നും ബൗൺസ് ചെയ്തപ്പോഴൊന്നും നമ്മൾ ബൈ സൂചിപ്പിച്ചിട്ടില്ല. മാർക്കറ്റ് ഒരു ട്രെൻഡ് സ്റ്റിൽ സെൽ ട്രെൻഡിൽ തന്നെയെന്നാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മൾ മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ബൗൺസ് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമുക്ക് ഈ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇൻട്രാഡേയിലുള്ള ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ എപ്പോഴും ട്രെൻഡ് നോക്കുന്ന ഒരു സമയത്ത് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് രീതിയിൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോഴായാലും നമുക്കൊരു 70-80% എങ്കിലും ഒരു ആക്യുറസി ഉണ്ടെങ്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാൻ ആയാലും, ഇപ്പൊ ഞാനായാലും നിങ്ങളുടെ അടുത്തൊരു പ്ലാൻ തരാണ്, ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്ലാനിലായാലും നിങ്ങൾക്കൊരു 70-80% ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കായാലും ഇതൊരു സക്സസ് റേഷ്യോയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നൊരു പ്ലാൻ ആയാലും അത് തെറ്റിപ്പോയാൽ, ഇൻ കേസ് നമ്മൾ പറയുന്നൊരു ഡയറക്ഷൻ, ഇപ്പോൾ ബൈയുടെ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ലോങ് ടൈമിൽ നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ നൽകിയതാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഫാള് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ റിവേഴ്സലായി ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഈ ഒരു സമയത്ത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ജാനുവരി 24 വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് എക്സാക്റ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ, മാർക്കറ്റ് ക്ലോസിംഗ് നടത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈര ഓപ്പർച്യൂണിറ്റി മൂവ് ചെയ്തിരുന്ന ആ ഒരു ബൈര മൊമെന്റം എക്സാക്റ്റ് ആയിട്ട് ആ ഒരു റൈറ്റ് സമയത്ത് തന്നെ നമ്മളത് പ്രഡിക്ഷൻ നടത്തിയിരുന്നു, ആ ഒരു ഫാള്. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾക്ക് ഒരു ആക്യുറസി നമുക്ക് വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിലായാലും ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്ക് കടക്കുമെന്ന് നമ്മൾ, അതായത് ലിമിറ്റഡ് ടാർഗറ്റ് ലെവലിലുള്ള ബൈയിലേക്ക് കടക്കുമെന്ന് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ അത് ആ ഒരു മൊമെന്റും വന്നു. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിൽ നമ്മൾ 21,000 ഈ ഒരു ഫാള് വന്നൊരു സമയത്ത് പോലും നിഫ്റ്റി 21,000 അടുത്തുനിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ടാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളായാലും എക്സാക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു സമയങ്ങളിലും 70-80% സമയങ്ങളിൽ അത് നടക്കുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളായാലും ഏതെങ്കിലും ഒരു ദിവസം ഫെയിലിയർ ആയാൽ ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് ഡേ ഇൻ കേസ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, ഇൻ കേസ് ലിമിറ്റഡ് റിസ്കിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ലോസിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വീഡിയോസ് ആയാലും സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നത് ഒരുപാട് സമയം മാർക്കറ്റിനെ അനാലിസിസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ ഒരു 10 മിനിറ്റ് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാർക്കറ്റിനെ ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറിന്റെ ഇടയിൽ മാർക്കറ്റിനെ അനാലിസിസ് നടത്തി അതിനുശേഷം കൃത്യമായിട്ട് ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഒരു 10 മിനിറ്റിന്റെ ഒരു വീഡിയോ നൽകാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ടായിരിക്കും. എല്ലാ ദിവസത്തെ ഒരു വീഡിയോ ആയാലും, അത് ചില ദിവസങ്ങളിലെ ഒരു വീഡിയോസ് ആയാലും മണിക്കൂറോളം മാർക്കറ്റിനെ നോക്കി അനാലിസിസ് നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ടായിരിക്കും. പക്ഷേ കണ്ടന്റ് വളരെ കുറച്ചുള്ളെങ്കിലും അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും. കൃത്യമായിട്ടൊരു ട്രേഡിംഗ് പ്ലാൻ ആയിരിക്കും. കൃത്യമായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും വരുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ പിന്നത്തെ ദിവസങ്ങളിലോ നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ മുന്നത്തേക്ക് വീഡിയോസ് എടുത്ത് നോക്കുക. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അറിയുന്ന ഒരു വ്യക്തിയാണ്, നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും, എക്സാക്റ്റ് ആയിട്ട് പറയും. ഒരിക്കലും ഒരു ടു സൈഡ് ഡയറക്ഷൻ അല്ല പറയാ, രണ്ട് സൈഡിലേക്കും എന്നുള്ള രീതിയിലല്ല പറയാ. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സിംഗിൾ ഡയറക്ഷനാണ് നമ്മൾ അതിൽ കൃത്യമായിട്ട് നൽകാറുള്ളൂ.
അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യണം. നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിഫ്റ്റിയുടെ 21,750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ആണ്. 750 മുകളിലാണെന്ന് കണ്ടാൽ ഉടനെ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം, ഇൻട്രാഡേയിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം നിഫ്റ്റി ഒരു ലൈഫ് ടൈം ഹൈയിലേക്ക് വീണ്ടും ടച്ച് ചെയ്തുകൊണ്ട് അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നിഫ്റ്റിയിലെ ഒരു ട്രെൻഡ് ആ ഒരു ബൈ സെന്റിമെന്റിൽ നിന്ന് ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല. അതെപ്പോഴാണ് മാറുന്നതെങ്കിൽ നിഫ്റ്റി ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിഫ്റ്റി ആയാലും 21,750 താഴത്തേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ വരുന്ന ദിവസങ്ങളായാലും നിഫ്റ്റി 21,750 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല, 21,800 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തന്നെ ആ ഒരു വീക്ക്നെസ്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും ആ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബൈര 21,450 ഈ ഒരു ലെവലിന്റെ മുകളിലാണ് നമ്മളൊരു ബൈ സെന്റിമെന്റിലേക്ക് കടക്കുമെന്നത് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിന്റെ അടുത്തുനിന്ന് 2 തവണ ആ ഒരു ലെവലിന്റെ അടുത്തുനിന്ന് എക്സാക്റ്റ് ആയിട്ട് ബൈര ഓപ്പർച്യൂണിറ്റി അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഹയർ ലെവലിൽ നിന്നായാലും ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റിൽ ഇപ്പോഴും സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്, പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. പക്ഷേ നിഫ്റ്റി 21,800 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, അല്ലെങ്കിൽ 810 ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, 750 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്, 750 സപ്പോർട്ട് തന്നെയാണ്, വരും ദിവസങ്ങളിൽ ഇൻട്രാഡേ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ നിഫ്റ്റി 21,800 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും നിഫ്റ്റിയിൽ അടുത്ത ലോവർ ലെവൽ സപ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് നിഫ്റ്റി താഴത്തേക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇൻട്രാഡേയിലായാലും നിഫ്റ്റി ആയാലും 21,750 ഹോൾഡ് ചെയ്തുകൊണ്ട് 800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മൂവ്മെന്റ്, ആ ഒരു മൊമെന്റം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് 800 മുകളിൽ പോകണമെന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അതായത് 780 മുകളിൽ തന്നെ ഓപ്പൺ ചെയ്താൽ തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആണ്, ബൈ സെന്റിമെന്റ് ആണ്. അപ്പോൾ ആ ഒരു ബൈ സെന്റിമെന്റ് ആണ്. നമ്മൾ പിന്നെ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെസിസ്റ്റൻസ് ഇല്ല, ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഇല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതായത് ഷോർട്ട് സെൽ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഇല്ല, തിരിച്ച് സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് 21,920 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു വർക്കിംഗ് ഇപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 21,920 ആണ്. അപ്പോൾ 21,920 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു, അതിനുശേഷം അതിന്റെ ഒരു താഴത്തേക്ക് വന്നിട്ടുണ്ടോ നോക്കുക. അതിന്റെ ശേഷം, കാരണം അതിനുശേഷം അതിന് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, സോറി, ഇത് തന്നെയാണ് പിന്നെ ഒരു സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, അവസാനത്തെ ഒരു സെക്ഷനിലാണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. കാരണം ഇതിന്റെ മുകളിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകൾ ഇല്ല. വരും ദിവസങ്ങളിലായാലും ഞാനൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിലാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. നിഫ്റ്റിക്കായാലും ഈ ഒരു ലോവർ ലെവല് കുറച്ചൊരു സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട്, ഈ സപ്പോർട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതായത് 21,712 ഒരു സപ്പോർട്ടാണ്, 21,834 ഇത് രണ്ടും സപ്പോർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും, ഇൻ കേസ് നിഫ്റ്റി ഒരു ബൈയിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 812 അല്ല 834 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു താഴെ ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ്, കാരണം നിഫ്റ്റിക്കായാലും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിഫ്റ്റി ആയാലും 812 താഴത്തേക്ക് വന്നാലും ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് 812 താഴെ നമുക്ക് ഷോർട്ട് സെൽ തന്നെയാണ്. ഷോർട്ട് സെൽ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഡെയിലി ക്ലോസിങ് 812 താഴത്തേക്ക് നിലനിർത്തിയാലാണ് ആ ഒരു വീക്ക്നെസ് വരുന്നത്. പക്ഷെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. 812 താഴെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി തന്നെ യൂട്ടിലൈസ് ചെയ്യാം. 21,750 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് തന്നെയാണ്. 21,750 താഴത്തേക്ക് നിലനിൽക്കുന്നു നോക്കുക. താഴത്തേക്ക് നിലനിർന്ന കൂടുതൽ വീക്ക്നെസ് ആണ്, കൂടുതൽ മാർക്കറ്റ് താഴത്തേക്ക് വരും. ബൈക്ക് പിന്നെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. റെസിസ്റ്റൻസ് വരുന്നത് 21,905 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 21,905 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം.
ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 21,905 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 834 812 ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി 21,905 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവസാനത്തെ ഒരു സെക്ഷനിലൊക്കെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാവുന്നതാണ്. നിഫ്റ്റി ആയാലും ആ ഒരു ഹയർ ലെവലിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രെൻഡ് ആയിട്ടുള്ള ഇത് ഇൻട്രാഡേയിൽ ആ ഒരു രണ്ട് സൈഡിലേക്ക്, അതായത് ബോത്ത് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആണ് നമ്മൾ ഇൻട്രാഡേയിൽ കണ്ടിരുന്നത്. അപ്പോൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 21,985, അതായത് 21,905 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്കായാലും അടുത്ത ലെവല് ടാർഗറ്റ് 21,985 ലെവലിന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഈ ലെവലിൽ നിന്ന് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 21,985 അടുത്ത റെസിസ്റ്റൻസ് ലെവലായിട്ട് നിഫ്റ്റിയിലായാലും വർക്ക് ചെയ്യും. അപ്പൊ നിഫ്റ്റിയിലും ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും നേരത്തെ പറഞ്ഞിരുന്നു, ബൈയിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും, കാരണം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. കാരണം ചിലപ്പോൾ നിഫ്റ്റി വീക്ക്നെസ് ആണെങ്കിൽ 750 ഹോൾഡ് ചെയ്തുകൊണ്ട് 812 മുകളിലേക്ക്, അല്ലെങ്കിൽ 812 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് 750 താഴത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ടാണ് ഇവിടെ 834 റെസിസ്റ്റൻസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് 750 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ തന്നെ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത ടാർഗറ്റ്, അടുത്ത സപ്പോർട്ട് കുറച്ച് താഴെയാണ്, 21,660 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എത്തിയാലാണ് ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നത്. അപ്പൊ അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ്, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഡയറക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. റൈറ്റ് ആയിട്ട് റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് തട്ടി അടുത്തൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 21,750 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വീക്ക്നെസ് ആണ്, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 21,660 ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 21,505 സപ്പോർട്ട് കാണുന്നത്. അതിനുശേഷം 21,455 സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട്, ഏതൊരു രീതികൾ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക്, അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ ഒരു ട്രേഡിംഗ് പ്ലാന്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് വരും ദിവസത്തെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 21,000. ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് കുറച്ചൊരു വീക്ക്നെസ് ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ 46,255 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. 46,255. അപ്പൊ ഇതിന്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ അടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്, അടുത്ത റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുക, 46,575. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് അടുത്തൊരു ബൈക്ക് സാധ്യത വരുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഇത് റെസിസ്റ്റൻസ് തട്ടി ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അടുത്ത റെസിസ്റ്റൻസ് 46,700 ആണ്. അടുത്ത റെസിസ്റ്റൻസ് 46,900 ആണ്. 46,900 അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവലിന്റെ അടുത്തുനിന്ന് ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. അതിനുശേഷം 46,575 കൂടി ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട് സെൽ അല്ല, ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 47,710 സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഇവിടെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. സപ്പോർട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് 47,710 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ
ഈ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 45,060 അടുത്തൊരു സപ്പോർട്ട്. കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. 45,710 ഇതാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും, ഇതിൻ്റെ ഒരു താഴത്തേക്കാണ് നിൽക്കുന്നത്, മാർക്കറ്റിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. ഒരു കാരണവശാലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ഷോർട്ട്സിന്റെ പൊസിഷൻ കൈവശം വെക്കരുത്. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം.